ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു 4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തോട്ടെ. വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ചെറിയൊരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആ വെണ്ടയ്ക്കയിലുള്ള ഒരു ഞോളപ്പൊക്കെ മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്കയിലുള്ള ഒരു ഞോളപ്പൊക്കെ ഒരു പകുതി ഭാഗത്തോളം മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുമാണ്. വെണ്ടയ്ക്ക ഒരു 1/2 കിലോ ഇല്ല കേട്ടോ, അതിലും കുറച്ചും കൂടി കുറവാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ആ ഒരു വെണ്ടയ്ക്കയിലുള്ള കംപ്ലീറ്റ് ആ ഒരു ഞോളപ്പൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു വെണ്ടയ്ക്കയുടെ 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക. ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.